أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون നിനക്ക് അവതരിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പേ അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ. പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. സൂറ അൽ ബഖറയുടെ 5-ാമത്തെ വചനമാണ്. കഴിഞ്ഞ വചനത്തിൽ മുത്തഖിയുടെ 3 ഗുണങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഈ വചനത്തിൽ മുത്തഖിയുടെ 4-ാമത്തെ ഗുണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഏതൊരു കാര്യമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടത്, ഒരു മുത്തഖി സത്യവിശ്വാസി അതിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതായത് ദൈവിക ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്നത് മുത്തഖിയുടെ ഗുണമായി പറയുന്നു. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആത്മീയതയുടെ കാര്യത്തിൽ മനുഷ്യന് സദുദ്ദേശം മാത്രം മതിയാകുന്നതല്ല, മറിച്ച് അതിനനുസൃതമായി പ്രവർത്തിക്കുക എന്നതും അവിഭാജ്യമായ ഘടകമാണ്. അതിനാൽ ശരിയായ മാർഗം അറിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആ മാർഗം ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. വിശുദ്ധ ഖുർആൻ മുഖേന അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്കായുള്ള ശരിയായ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. അതിനാൽ മുത്തഖി, യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിയാനുള്ള മാർഗമറിയുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നവൻ മാത്രമാണ്. അതിനാൽ ഈ വചനത്തിൽ ദൈവിക ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന മുത്തഖിയുടെ 4-ാമത്തെ ഗുണത്തെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതാത് കാലത്ത് ഇറക്കപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാതെ കണ്ട് ആത്മസംസ്കരണത്തിനോ പരിഷ്കരണത്തിനോ പരിശുദ്ധി ആർജിക്കാനോ സാധ്യമല്ല. ആയതിനാൽ ഈയൊരു കാലഘട്ടത്തിൽ മുഴുവൻ ജനതയ്ക്കുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ വിശ്വാസമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹസ്രത്ത് മുസ്ലിം ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അറിയാത്തവന് എങ്ങനെ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കും? അതിനാൽ അതാത് കാലത്ത് അവതരിക്കപ്പെട്ട നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾക്കായുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്ന ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാതെ കണ്ട് ലക്ഷ്യപ്രാപ്തി സാധ്യമല്ല. ഈയൊരു കാലഘട്ടത്തിൽ മുഴുവൻ മനുഷ്യരാശിക്കും മാർഗദർശനമായ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാതെ കണ്ട് ആർക്കും തന്നെ ആത്മീയതയുടെ ഔന്നത്യത്തിൽ എത്തിച്ചേരാനോ ദൈവസായുജ്യം കരസ്ഥമാക്കാനോ സാധ്യമല്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഭാഷയുടെ പദങ്ങളും ഘടനയും അറിയുന്നില്ലെങ്കിൽ പഠിക്കണമെന്ന ഉദ്ദേശം കൊണ്ട് മാത്രം നല്ല ഭാഷാ പണ്ഡിതനാകാൻ സാധിക്കില്ല. മറിച്ച് ഭാഷ പഠിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ നമുക്ക് നമ്മുടെ ശരിയായ ലക്ഷ്യസ്ഥാനം കരഗതമാക്കണമെങ്കിൽ ശരിയായ മാർഗം അവലംബിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് മുസ്ലിം ഊദ് റളിയല്ലാഹു തആല അൻഹു യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക. ഇതിൽ വിശുദ്ധ ഖുർആനിൽ മാത്രം വിശ്വാസമർപ്പിച്ചാൽ മതി, ഖുർആനെ മാത്രം അംഗീകരിച്ചാൽ മതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതില്ല എന്ന തെറ്റായ വാദം ഉന്നയിക്കുന്നവരെ സംബന്ധിച്ച് പറയുകയുണ്ടായി. മുസ്ലിം ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇത് കുറച്ച് നാളായി ഇന്ത്യയിൽ ഉടലെടുത്ത ഖവാരിജ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാദഗതികളാണ്. ഇക്കൂട്ടർ പറയുന്നത് വ അംറുഹും ഷൂറ ബൈനഹും, അതായത് അധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. തുടർന്ന് ആവശ്യമുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ സംയുക്തമായി തീരുമാനിക്കും, അതിൽ റസൂലിന് യാതൊരു പങ്കുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിൽ ചിന്തിക്കാത്തതിനാലാണ് ഇക്കൂട്ടർ ഇത്തരം തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വിധേയരാകുന്നത്. ഇക്കൂട്ടർ പറയുന്നത് ഖുർആൻ പല ആയത്തുകളിലും സ്വയം പൂർണ്ണമായ ഗ്രന്ഥമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനാൽ മറ്റൊരാളുടെ മാർഗദർശനം എന്തിനാണ്? അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനോടൊപ്പം മറ്റൊരാളെ വഴികാട്ടിയായി വെക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഈയൊരു അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാനോ അനുസരിക്കാനോ കൽപ്പിക്കുന്നിടത്തെല്ലാം അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് മാത്രമാണുള്ളതാണ് എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ
ദൈവീക ഗ്രന്ഥങ്ങളുടെ അവതരണം രണ്ട് രീതിയിൽ പരാമർശിക്കുന്നു എന്ന കാര്യം ഇക്കൂട്ടർ ചിന്തിക്കുന്നില്ല. ഒന്ന് റസൂലിനോട് ബന്ധപ്പെടുത്തി, മറ്റൊന്ന് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട സമൂഹത്തോട് ബന്ധപ്പെടുത്തി. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആന് ബിമാ ഉൻസില ഇലൈക നിനക്ക് അവതരിക്കപ്പെട്ടതിലും വഹുവല്ലദീ അൻസല ഇലൈക്കുമുൽ കിതാബ മുഫസ്സല വ്യക്തമായി വിശദീകരിക്കപ്പെട്ട നിലയിൽ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്നിട്ടുള്ളവനാണ് അവൻ. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വ്യത്യാസം എന്തിനാണ് ഉണ്ടാക്കിയത്? ചിലയിടങ്ങളിൽ ഈ ഗ്രന്ഥം നിങ്ങളുടെ മേൽ അവതരിക്കപ്പെട്ടു എന്നും മറ്റിടങ്ങളിൽ ഈ ഗ്രന്ഥം നിനക്ക്, അതായത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിക്കപ്പെട്ടു എന്നും പറയുന്നു. ഇനി മറ്റുള്ളവരുടെ മേൽ ഗ്രന്ഥം അവതരിക്കപ്പെട്ടത് അവർക്ക് വേണ്ടിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ മേൽ അവതരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഈ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചും പറയപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് വലഖദ് ആതൈനാ മൂസൽ കിതാബ, നാം മൂസാക്ക് ഗ്രന്ഥം നൽകി. സൂറ അൽ-ബഖറ 88-ാം വചനം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വ ഇന്ന മിൻ അഹ്ലിൽ കിതാബി ലമൻ യുഅ്മിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം. തീർച്ചയായും ഗ്രന്ഥാനുസാരികളിൽ അള്ളാഹുവിനോട് വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുവിലും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും അവർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന ചിലരുണ്ട്. സൂറ ആലി ഇമ്രാൻ 200-ാം വചനം. വിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒന്നാമതായി ഒരു ജനതയുടെ മേൽ ഗ്രന്ഥം അവതരിപ്പിച്ചതായി പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ആ ജനതയുടെ സാഹചര്യങ്ങൾക്ക് ഈ ഗ്രന്ഥം പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ഈ ഗ്രന്ഥത്തെ അനുസരിക്കാതെ അവർക്ക് മറ്റൊരു മാർഗമില്ലെന്നും ഊന്നി പറയുകയാണ്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം, ഒരു റസൂലിൻ്റെ, പ്രവാചകൻ്റെ മേൽ ഗ്രന്ഥം അവതരിപ്പിച്ചതായി പറയുമ്പോൾ അത് ആ പ്രവാചകൻ്റെ സ്വഭാവവും ഗ്രന്ഥവും തമ്മിലുള്ള പൊരുത്തത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ലക്ഷ്യം ഗ്രന്ഥത്തിൻ്റെ പേര് മാത്രം പരാമർശിക്കുക മാത്രമല്ല, മറിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ പ്രായോഗിക വ്യാഖ്യാനവും ജീവനുള്ള മാതൃകയും അത് അവതരിക്കപ്പെട്ട വ്യക്തിയിൽ, പ്രവാചകനിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയുമാണ്. ബാക്കി ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.